സുബ്ഹാനഹു ഏറ്റവും ഇഷ്ടമുള്ള മാസം ഏതാ? അത് റമളാൻ മാസമാണ് എന്ന് ആ ചരിത്രത്തിലേക്ക് ചേർത്തിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ മഹാനായിട്ടുള്ള ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമയുടെ കാഴ്ചക്ക് മങ്ങൽ വരുന്നുണ്ട്, കാഴ്ച നഷ്ടപ്പെടുന്നുണ്ട് അല്ലേ? 11 മക്കളുണ്ടായിട്ട് ആ ഒരു കാഴ്ച തിരിച്ചു കിട്ടിയില്ല എന്നുള്ളതാ. യൂസഫ് നബി അലൈഹി ഇസ്ലാമയെ കണ്ട് ആ യൂസഫ് നബി അലൈഹി ഇസ്ലാമയുടെ ആ ഒരു തട്ടം യാക്കൂബ് നബി അലൈഹി ഇസ്ലാമയുടെ ശരീരത്തിൽ പതിഞ്ഞ സമയത്ത് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമക്ക് കാഴ്ച കിട്ടി എന്നുള്ളത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ടല്ലോ. ഈ വിഷയങ്ങളെയൊക്കെ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി പറയുകയാണ്. ആ 11 മാസത്തിൽ നിന്ന് വ്യത്യസ്തമാണ് 12ാമത്തെ മാസം. ജീവിതത്തിൽ നന്മ ആഗ്രഹിക്കുന്നവർക്ക്, ജീവിതത്തിൽ നിന്ന് തിന്മയിൽ നിന്ന് കരകയറാൻ ആഗ്രഹിക്കുന്നവർക്ക്, ജീവിതത്തിൽ റഹ്മാനായ റബ്ബിലേക്ക് അടുക്കണമെന്ന് അതിയായി കൊതിക്കുന്നവർക്ക് ആ ഒരു മാസം ഉൾക്കാഴ്ച നൽകുന്നതാണ്. ആ മാസം മതിയാകുന്നതാണ്. ആ മാസം അവർക്ക് താങ്ങാവുന്നതാണ്, തണലാകുന്നതാണ് എന്ന് ഈ ചരിത്രം നമ്മെ പ്രിയപ്പെട്ടവരെ പഠിപ്പിക്കുമ്പോൾ ഖബറുകളെല്ലാം മൂകമാണ്, ഖബറുകളെല്ലാം നിശബ്ദമാണ്. ആ ഖബറുകളിൽ കിടക്കുന്നത് മനുഷ്യർ മാത്രമല്ലല്ലോ, അവരുടെ കിനാബുകളും അവരുടെ സ്വപ്നങ്ങളും അവരുടെ ആഗ്രഹങ്ങളും ആ ഖബറിൽ അവരോടൊപ്പം കൂടെയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ പ്രിയപ്പെട്ടവരെ? ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, തല്ലാഹി അല്ലാഹുവാണേ സത്യം, ലൗ ഖീല ലി അഹ്ലിൽ ഖുബൂർ, അതേ ഖബറാളികളോട് തമന്നോ, നിങ്ങൾക്ക് വേണ്ടത് ആഗ്രഹിക്കൂ എന്ന് പറഞ്ഞാൽ, അതേ ഖബറാളികളോട് പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടത് ആഗ്രഹിക്കോ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ കൊതിക്കോ. ആ ഖബറിൽ കിടക്കുന്നവരെ ആഗ്രഹിക്കുന്ന ആഗ്രഹം എന്താണ് പ്രിയപ്പെട്ടവരെ? മനുഷ്യന്റെ ആഗ്രഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. ഒരു വയോവൃദ്ധന്റെ മനസ്സ് പോലും 2 കാര്യങ്ങളിൽ യുവാവിൻ്റെ മനസ്സിന് തുല്യമായിരിക്കില്ലേ? ഏതൊക്കെ കാര്യത്തിനാണ്? സാമ്പത്തിക അഭിവൃദ്ധിയിലുള്ള ആ മെച്ചപ്പെടലുണ്ടല്ലോ, ദുനിയവിയായിട്ടുള്ള സുഖലോലിപതകള് നേടിയെടുക്കാനുള്ള ആ കൊതിയുണ്ടല്ലോ, അതൊരു വയോവൃദ്ധന്റെ മനസ്സ് പോലും യുവാവിൻ്റെ മനസ്സിന് തുല്യമായിരിക്കുമെന്ന് മനുഷ്യന്റെ ആഗ്രഹത്തെ പ്രവാചകൻ പഠിപ്പിച്ചില്ലേ? ഒരു താഴ്വര മൊത്തം സ്വർണം ലഭിച്ചാലും ഒരു താഴ്വര കൂടി ലഭിക്കണമെന്ന് മനുഷ്യൻ ആഗ്രഹിക്കില്ലേ? ആ മനുഷ്യൻ പ്രിയപ്പെട്ടവരെ 6 അടി മണ്ണിലെ ആ ബർസഖിയായ ലോകത്തെത്തിയാൽ അവനോടൊന്ന് ആഗ്രഹിക്കോ എന്ന് പറഞ്ഞാൽ അവൻ്റെ ആഗ്രഹം 2 റക്അത്ത് നമസ്കരിക്കണമെന്നാണ്. അതുപോലെ തന്നെ ലതമന്നൗ യൗമൻ മിർ റമളാന, ലതമന്നൗ യൗമൻ മിർ റമളാന, റമളാനിൽ നിന്ന് ഒരു ദിവസം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ന് അവർ കൊതിക്കുമെന്ന. റമളാനിൽ നിന്ന് ഒരു ദിവസം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നവർ കൊതിക്കുമെന്ന് അവരാഗ്രഹിക്കും. അതായിരിക്കും അവരുടെ ആഗ്രഹം. പ്രിയപ്പെട്ടവരെ, റമളാനിന്റെ പടിവാതിലില ഞാനും നിങ്ങളും ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുകയാണെങ്കിൽ ആ റമളാൻ പുലുകാൻ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിലുള്ളത്. നമ്മുടെ മുൻഗാമികൾ കൊതിച്ച, നമ്മുടെ മുൻഗാമികൾ പ്രാർത്ഥിച്ച ആ റമളാൻ അള്ളാഹുവിന്റെ റസൂല് സന്തോഷ വാർത്ത അറിയിക്കുമായിരുന്നു. അത്താക്കും റമളാൻ, നിങ്ങളിലേക്ക് റമളാൻ വന്നെത്തിയിട്ടുണ്ട്. ഷഹ്റുൻ മുബാറക്കുൻ, അത് അനുഗ്രഹീതമായിട്ടുള്ള മാസമാണ്. മറ്റു മാസങ്ങളെപ്പോലെ വേദയാ തോന്നിവാസങ്ങളിലും വൃത്തികേടുകളിലും വെറുതെ സമയം കളയേണ്ട മാസമല്ല. ഷഹ്റുൻ മുബാറക്ക്, അനുഗ്രഹീതമായ മാസമാണ്. റമളാനിന്റെ 1ാമത്തെ രാത്രി മുതൽ പ്രിയപ്പെട്ടവരെ ഒരു വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറയുമെന്ന് ആകാശലോകത്തു നിന്നുള്ളൊരു വെളിപ്പാട് കടന്നു വരും. എന്താ? യാ ബാഇൽ ഖൈർ അഖ്ബിൽ, ഏ നന്മ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ മുന്നോട്ട് വരൂ, നിങ്ങൾ മുന്നോട്ട് കുതിക്കൂ. വയാ ബാഗിയ ശർർ, തിന്മ ആഗ്രഹിക്കുന്നവരെ അഖ്സിർ, നിങ്ങൾ പിറകോട്ട് പോകൂ. ഇത് നിങ്ങൾക്കുള്ള മാസമല്ല. നിങ്ങൾ മറ്റു മാസങ്ങളിൽ ചെയ്തു പോന്നിരുന്ന ആ ചെയ്തികളെല്ലാം നിങ്ങൾ ചെയ്തു കൊള്ളുക. ഇത് നിങ്ങൾക്കുള്ള മാസമല്ല. എന്നാൽ നാളെയുടെ സ്വർഗീയ ആരാമത്തിലെ വിരാജിക്കാനാണോ നിങ്ങളുടെ ആഗ്രഹം? 14-ാം രാവിലെ പൂർണ്ണചന്ദ്രനെ കാണുന്നത് പോലെ നിന്റെ റബ്ബിനെ കാണാനാണോ ആഗ്രഹം? യാ ബാഗിയൽ ഖൈർ
അഖ്ബിലെ, നന്മ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ മുന്നോട്ട് വരൂ, നിങ്ങൾ നന്മകളാൽ പുളകിതമാകൂ എന്ന് വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറയുമെന്ന് അല്ലാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറയുന്ന ഒന്നാമത്തെ രാത്രി മുതൽ പ്രിയപ്പെട്ടവരെ ആ വെളിപ്പാട് കടന്നു വരുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആകാശലോകത്ത് മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. വഗുല്ലിക്കത്ത് അബ്വാബുന്നാർ, നരകീയ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുകയാണ്. ഫലം യുഫ്തഹ മിൻഹാ ബാബുൻ, ഒരു വാതിൽ പോലും, ഒരു കവാടം പോലും തുറക്കപ്പെടുകയില്ല. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ വരാൻ പോകുന്ന മാസത്തിന്റെ പ്രതിഫലമാണ് പ്രിയപ്പെട്ടവരെ. കഴിഞ്ഞോ വഫുത്തിഹത് അബ്വാബുൽ ജന്ന, സ്വർഗീയാരാമങ്ങളുടെ കവാടങ്ങൾ പ്രിയപ്പെട്ടവരെ തുറക്കുകയാണ്. ഫലം യുഗ്ലക് മിൻഹാ ബാബുൻ, അതേ ഒരു കവാടം പോലും കൊട്ടിയടക്കപ്പെടുകയില്ല. സ്വർഗീയ കവാടങ്ങളൊക്കെ തുറക്കും, ഒരു വാതിൽ പോലും കൊട്ടിയടക്കില്ല. നരകീയ കവാടങ്ങളെല്ലാം കൊട്ടിയടക്കപ്പെടും, ഒരു വാതിൽ പോലും തുറക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക ചരിത്രത്തിലെ മനോഹരമായൊരു ചരിത്രമുണ്ട്. ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു തആല അൻഹു, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആ സ്വഹാബി വര്യൻ ഒരു സ്വപ്നം കാണുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വപ്നത്തെ സത്യപ്പെടുത്തുന്നുണ്ട്. രണ്ടു വ്യക്തികൾ വലിയ ഗോത്രത്തിൽ നിന്ന് കടന്നു വന്ന് അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് ഇസ്ലാം സ്വീകരിച്ചു. ആ ഇസ്ലാം സ്വീകരിച്ച് ഇസ്ലാമിനെ നെഞ്ചിലേറ്റി അവരവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അവരവരുടെ ജീവിതത്തെ നന്മകളിലാൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിലൊരു വ്യക്തി അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി അടരാടി പോരാടി ഫസ്തുഷ്ഹിദ, ഷഹീദായി എന്നുള്ളതാണ്. രണ്ട് സഹോദരങ്ങളിലെ ഒരുവൻ ഷഹീദായി. ആ ഇരുവരിൽ ആ ഷഹീദായ വ്യക്തി മറ്റവനേക്കാൾ കഠിനാധ്വാനിയായിരുന്നു. നന്മകൾ നേടിയെടുക്കാൻ അതീവ പരിശ്രമം നടത്തിയ വ്യക്തിയായിരുന്നു. എന്നാൽ മറ്റേ സഹോദരൻ ഒരു വർഷം കൂടി ജീവിച്ചു. എന്നിട്ടാണ് ആ വ്യക്തി മരണപ്പെട്ടത്. ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു തആല അൻഹു ഒരു സ്വപ്നം കാണുകയാണ്. ഫറഅയ്തു ഫിൽ മനാമി ബൈന അന ഇൻദ ബാബിൽ ജന്ന ഇദാ അന ബിഹിമാ, ഞാൻ സ്വർഗത്തിന്റെ ആ കവാടത്തിന്റെ അരികിൽ നിൽക്കുമ്പോൾ ഇവർ ഇരുപേരുണ്ട് അവിടെ. ഈ രണ്ട് സഹോദരങ്ങളും അവിടെയുണ്ട്. ഫഖറജ ഖാരിജു മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് പുറത്തു വന്നൊരു വ്യക്തി ഫഅദിന ലില്ലദീ തുഫിയൽ ആഖിറ മിൻഹുമാ, ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കാൻ അനുവാദം കൊടുക്കുന്നത് അവസാനം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ വ്യക്തിയാണ്. മനസ്സിലായോ? ഷഹീദായ വ്യക്തിക്കല്ല, അള്ളാന്റെ ദീനിന് വേണ്ടി അടരാടി പോരാടിയ വ്യക്തിക്കല്ല ആദ്യം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അനുവാദം കൊടുക്കുന്നത്. പിന്നീടാണ് ആ വ്യക്തിയെ സ്വർഗത്തിലേക്ക് ആ സ്വർഗത്തിൽ നിന്ന് പുറത്തു വന്ന ആ മലക്ക് വിളിക്കുന്നത് എന്ന. എന്നിട്ട് ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു തആല അൻഹുവിനോട് ആ മലക്ക് പറയുന്ന ഇർജി ഫഇന്നക ലം യഅനി ലക ബഅദ്, നിനക്ക് ഇങ്ങോട്ട് വരാനുള്ള സമയമായിട്ടില്ല. ആ സ്വപ്നം തീരുകയാണ്, ആ സ്വപ്നം അവസാനിക്കുകയാണ്. സ്വഹാബി വര്യൻ രാവിലെ ആയപ്പോൾ സ്വഹാബാക്കളോടൊക്കെ പറഞ്ഞു ഫഅസ്ബഹ ത്വൽഹ യുഹദ്ദിസു ബിന്നാസ്, എല്ലാവരോടും പറഞ്ഞു. അപ്പൊ അവർക്ക് ഈ സ്വപ്നം കണ്ട സമയത്ത് അവരെല്ലാവരും അത്ഭുതപ്പെട്ടു. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഈ വാർത്ത എത്തുകയാണ്. റസൂൽ ചോദിച്ചു, മിൻ അയ്യി ദാലിക തഅജബൂൻ, നിങ്ങൾ എന്തിനാണ് അത്ഭുതപ്പെടുന്നത്? റസൂലുള്ളാഹ് സ്വഹാബത്ത് പറയാണ്, അള്ളാഹുവിൻ്റെ റസൂലേ, ആ അവസാനം സ്വർഗത്തിൽ പോയവനേക്കാൾ, ആ ആദ്യം സ്വർഗത്തിൽ പോയവനേക്കാൾ അവസാനം സ്വർഗത്തിൽ പോയ അള്ളാന്റെ ദീനിന് വേണ്ടി അടരാടി പോരാടിയ ആ ഷഹീദുണ്ടല്ലോ, ആ ജീവിത കാലയളവിലെ അശദ്ദർറുജുലൈനി ഇജ്തിഹാദാ, ഇരുവരിൽ അവനായിരുന്നു ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചിരുന്നത്, ഏറ്റവും കൂടുതൽ ഇബാദത്തുകൾ ചെയ്തിരുന്നത്. ഇതൊക്കെ പറഞ്ഞപ്പോ അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്താ അറിയോ? ഇത് കടങ്കഥകളല്ല, ഇത് പഴഞ്ചൊല്ലുകളല്ല, ഇത് മുത്തശ്ശിക്കഥകളല്ല.
എത്രയെത്ര നന്മകളാ. എനിക്ക് റമളാൻ കിട്ടി, അവൻ നിസ്കരിച്ചു, നോമ്പ് നോറ്റു, എന്തെല്ലാം സുജൂദുകൾ, എന്തെല്ലാം നന്മകൾ അവനിലേക്ക് വന്നു. അപ്പോൾ മറ്റവനേക്കാൾ അവസാനം സ്വർഗത്തിൽ പോയ ആ ഷഹീദിനേക്കാൾ അവന് ഉയർന്ന പദവി ലഭിച്ചു എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറയാ. എന്നിട്ട് റസൂൽ ഒരു ഉപമയും കൂടിയും പറയാ, ഫമാ ബൈനഹുമാ അബ്അദു മിമ്മാ ബൈന അസ്സബാഇ വൽ അർള്. ആകാശഭൂമികളോളം വ്യത്യാസമുണ്ട് ഇവർ തമ്മിൽ. ആരൊക്കെ തമ്മില്? ഒരു റമളാന് അധികം കിട്ടിയ ആളുകൾ. ആ റമളാൻ അധികം കിട്ടിയുള്ള പ്രതിഫലാണ്. അള്ളാന്റെ തൗഫീക്ക് ഉണ്ടെങ്കിൽ ഏതാനും വിരലിലെണ്ണാവുന്ന ദിവസം കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ആ റമളാനിനെ നാം പുൽകാൻ നിൽക്കുകയാണ്. നമുക്ക് പ്ലാനിങ് ഇപ്പോഴേ വേണം. കുറേ അഹ്ല റമളാൻ നമ്മൾ കേട്ടു, കുറേ വായിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ ദിവസങ്ങളിൽ പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല എങ്കിൽ നമ്മളായിരിക്കും ഏറ്റവും വലിയ ദൗർഭാഗ്യവന്മാർ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പെടുത്താനുള്ള പ്രതിഫലത്ര, ഒറ്റ ദിവസം നോമ്പെടുത്താലുള്ളത്. മഹാനായ സ്വഹാബി വര്യൻ അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചു തന്നില്ലേ, അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പ് നോറ്റാൽ ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫാ. ഒറ്റ ദിവസം നോമ്പ് നോറ്റാൽ 70 വർഷത്തേക്ക് അവന്റെ മുഖത്തെ നരകത്തിൽ നിന്ന് വിദൂരമാക്കുന്ന 70 വർഷം. ഒന്നല്ല രണ്ടല്ല, ഒരു മനുഷ്യന്റെ ആയുസ് പറഞ്ഞെടുത്ത 70 എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ആ 70 വർഷം വിദൂരമാക്കും. പ്രിയപ്പെട്ടവരെ, എത്ര സമാനമായ ഹദീസ് വന്നു. മൻ സാമ റമളാന ഈമാനം വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി വമൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനം വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി മൻ ഖാമ റമളാന ഈമാനം വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ഒക്കെ റമളാനുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ്. ആരെങ്കിലും റമളാനിൽ നോമ്പ് നോറ്റാൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. ആരെങ്കിലും റമളാനിലെ രാത്രികളിൽ നമസ്കരിച്ചാൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുത്തു. ആരെങ്കിലും ലൈലത്തുൽ ഖദ്റിനെ ഉപയോഗപ്പെടുത്തിയാൽ, നമസ്കരിച്ചാൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുത്തു. ഇത്ര വലിയൊരു ഓഫറുള്ള ഏതെങ്കിലും മാസമോ ഏതെങ്കിലും ദിനങ്ങളോ പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിക്കുമോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. ഇപ്പോ ഒരു മാസത്തില് നമ്മോട് നിർബന്ധമായി നമസ്കരിക്കാൻ പറഞ്ഞ നമസ്കാരത്രേ ഒരു ദിവസം 5 വക്താണല്ലോ. അതും ഒരു മാസത്തിലേക്ക് കാൽക്കുലേറ്റ് ചെയ്ത 150 വക്തുകൾ പ്രിയപ്പെട്ടവരെ നമ്മൾ നമസ്കരിക്കുന്നുണ്ട്. ഒരു അറാബി വന്നിട്ട്, ഒരു സ്വഹാബി വര്യം വന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് ഒരു കാര്യം ചോദിക്കണ്ട, റസൂലേ എനിക്ക് ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു കർമ്മം പഠിപ്പിച്ചു തരണം. ജാ റജുലിൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലിംനി വഔജിസ്. ഹ്രസ്വമാകണം, ചുരുങ്ങിയതാവണം, നീണ്ടതും വലുപ്പമുള്ളതൊന്നും ആവരുത്. അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്തെന്താ, ഇദാ ഖുംത ഫീ സ്വലാത്തിക ഫസല്ലി സ്വലാത മുവദ്ദിഇൻ. നീ നിസ്കരിക്കാൻ നിന്നാലേ ഇത് നിന്റെ അവസാനത്തെ നിസ്കാരമാണെന്ന ബോധ്യത്തോടു കൂടി നിസ്കരിക്കണം. ഏത്? ഒരു മാസത്തിൽ 150 വക്ത് നിസ്കരിക്കുന്ന ആ നമസ്കാരത്തിന്റെ വിഷയത്തില് അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച ആ കണിശതയെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വർഷത്തിലെ ആ 30 അയ്യാമം മഅദൂദ നിർണയിക്കപ്പെട്ട ആ ദിവസങ്ങൾ, ആ ദിവസത്തിലെ നോമ്പിന്റെ പ്രതിഫലത്രേ അസ്സൗമുലി വ അന അജ്സി ബിഹി. നോമ്പുക്കുള്ളതാ, അതിന് ഞാനാണ് പ്രതിഫലം നൽകുന്നത്. പരിശുദ്ധ ഖുർആനിൽ ഒരു അക്ഷരത്തിന് 10 ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞ 10 മുതൽ 700 ചില്ലാന പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞ ആ നന്മകൾക്കൊക്കെ അപ്പുറം അല്ലാഹു വാരിക്കോരി കൊടുക്കാനല്ലേ ആ നോമ്പിന്റെ വിഷയത്തില് ആ പ്രയോഗം പ്രിയപ്പെട്ടവരെ പ്രയോഗിച്ചതെങ്കിൽ, ആ നോമ്പിനെ, ആ റമളാനിനെ സന്തോഷത്തോടു കൂടി വരവേൽക്കണം. ശൈത്താനിനോട് യുദ്ധം വെട്ടാൻ ഇതിനേക്കാൾ മറ്റൊരു മാസമില്ല പ്രിയപ്പെട്ടവരെ. മനസ്സിന്റെ ഇച്ഛകളോട് നോ പറയാൻ ഇതിനേക്കാൾ നല്ലൊരു മാസമില്ല പ്രിയപ്പെട്ടവരെ. കണ്ണിന്റെ കട്ടുനോട്ടങ്ങളെ നിയന്ത്രിക്കുവാൻ ഇതിനേക്കാൾ സുന്ദരമായൊരു മാസമില്ല. നന്മകൾ ചെയ്ത് റബ്ബിന്റെ സാമീപ്യം കരഗതമാക്കാനും കരസ്ഥമാക്കാനും ഇതിനേക്കാൾ നല്ലൊരു മാസം പ്രിയപ്പെട്ടവരെ നമ്മിലേക്ക് കടന്നു വരാനില്ല. രാത്രി നമസ്കാരത്തിലൂടെ ഉന്നതിയിലെത്താൻ, റബ്ബിന്റെ സ്വർഗീയാരാമത്തിൽ ഒരിടം കിട്ടാൻ ഇതിനേക്കാൾ നല്ലൊരു മാസമില്ല പ്രിയപ്പെട്ടവരെ. ദാനധർമ്മങ്ങളിലൂടെ, സദഖകളിലൂടെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിലൂടെ റബ്ബിന്റെ സാമീപ്യം നേടാൻ ഇതിനേക്കാൾ
നല്ലൊരു മാസമില്ല പ്രിയപ്പെട്ടവരെ. ഇത്രയും നന്മയുള്ള ഈ ഒരു മാസത്തെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ മദീന പള്ളിയുടെ മിമ്പർ കയറിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റൂഹുൽ അമീനായിട്ടുള്ള ജിബ്രീൽ അലൈഹിസ്സലാമ കടന്നു വന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ ഒന്നെന്താ? മൻ അദ്റക റമളാന, ഒരുവന് റമളാനൊക്കെ കിട്ടി. ആ റമളാനിൻ്റെ ആ നിർണയിക്കപ്പെട്ട ദിവസങ്ങൾ അവനിൽ നിന്ന് കഴിഞ്ഞു പോയപ്പോഴും അവൻ്റെ ജീവിതത്തിലും സ്കലിതങ്ങളിലും അപാകതകളിലും കുറ്റകൃത്യങ്ങളിലും പുഴുക്കുത്തരിക്കുന്ന അവസ്ഥകളിലും ഒരു മാറ്റവുമില്ലാതെ പൊറുക്കപ്പെടാതെയാണ് ആ റമളാൻ അവനിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ മുഖം കുത്തി വീഴട്ടെ, അവൻ നശിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചതാരാ? ജിബ്രീൽ അലൈഹിസ്സലാമിയാണ്. ആമീൻ പറഞ്ഞതാരാ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. കൊണ്ട് തീരുമാനമെടുക്കണം. കുറച്ച് ദിവസങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് മുന്നിലുണ്ട്. നമ്മുടെ കച്ചവടത്തെയും നമ്മുടെ ജോലിയെയും നമ്മുടെ തിരക്കുകളെയും ഒന്ന് റമളാനിൻ്റെ ദിവസങ്ങളിൽ ഒന്ന് പ്ലാൻ ചെയ്യാൻ തീരുമാനമെടുക്കുക. എന്നും നമ്മളൊരു ഖത്തം തീർക്കുക എന്നുള്ള ആ ചിന്തക്ക് വിടുക. റമളാനിൻ്റെ ദിവസങ്ങളിൽ പഠിക്കാനും ഖുർആനോടുകൂടി അടുത്ത് ഇടപഴകാനും. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു ദിവസം 2 ഖത്തം തീർത്തിരുന്നു. ഇമാം ഷാഫിഈ റഹ്മഹുല്ലാ 60 ഖത്തം തീർത്തിരുന്നു. ഇതൊക്കെ നമുക്ക് ചരിത്രമാണ്. അവരുടെ അടുത്തേക്കൊന്നും എത്തിയിട്ടില്ലെങ്കിലും അവരുടെ നന്മകളോടൊപ്പം മത്സരിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിലും കഴിഞ്ഞുപോയ റമളാനുകൾ പോലെ ആവരുത് എൻ്റെ ഈ റമളാൻ എന്നൊരു തീരുമാനം പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും എടുത്ത് പ്ലാനിങ്ങോട് കൂടിയിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ റബ്ബിൻ്റെ സഹായം ഉണ്ടാവും. നമ്മൾ കൊതിക്കുന്നതിനനുസരിച്ച, നമ്മൾ ആഗ്രഹിക്കുന്നതിനനുസരിച്ചാണ് പ്രിയപ്പെട്ടവരെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോ കർമ്മങ്ങളും ചെയ്യാനുള്ള തൗഫീക്ക് നൽകുക. ഇപ്പോഴേ നമ്മുടെ ചിന്ത എങ്ങനെയാ ഈ ചൂട് സമയത്ത് റമളാനിൻ്റെ 30 ദിവസം കഴിച്ചു കൂട്ടുക എന്ന് എനിക്കറിയില്ല, എങ്ങനെയാണ് ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്യുക എന്നറിയില്ല. അങ്ങനെയൊക്കെയാണ് പലരും പറയുന്നത്. ആ പറയുന്നതിനപ്പുറത്ത് അതാക്കും റമളാൻ, റമളാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഷഹ്റുൻ മുബാറക്, അനുഗ്രഹീതമായ മാസം. അനുഗ്രഹീതമായ മാസത്തെ എനിക്ക് പുലുകാനും ചേർത്തിപ്പിടിക്കാനും വാരിപ്പുണരാനും എനിക്ക് കഴിയണം റബ്ബേ എന്ന ആ ഒരു ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി പ്രിയപ്പെട്ടവരെ റമളാനിനെ വരവേൽക്കാൻ നമുക്ക് സാധിക്കണം. റഹ്മാനായ റബ്ബ് പറഞ്ഞതിലും കേട്ടതിലും ഒക്കെ ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ യാ അയ്യുഹന്നാസ് ഉസിക്കും ഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീഖ് നൽകുന്ന അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ മഹദിയായ സ്വഹാബി വരിയ അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു തആല അൻഹക്ക് അല്ലാഹുവിൻ്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്നൊരു ഉപദേശമുണ്ട്. അസ്മാ റളിയല്ലാഹു തആല അൻഹ പറയാണ്, ഖാലലി അന്നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നോട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ പറഞ്ഞ ഉപദേശം? ലാ തൂക്കി ഫയൂക അലൈക്കി, ലാ തൂക്കി ഫയൂക അലൈക്കി. നിന്റെ ധനം സൂക്ഷിച്ചു വെച്ച് പാത്രത്തിൻ്റെ വായ നീ മൂടി കെട്ടിവെക്കരുത് എന്നുള്ളതാണ്. അതിൻ്റെ മറ്റൊരു റിപ്പോർട്ടിൽ വന്ന ഹദീസ് കാണാൻ കഴിയും, ലാ തുഹ്സി ഫയുഹ്സി അല്ലാഹു അലൈക്കി. നീ സമ്പത്ത് എണ്ണിത്തിട്ടപ്പെടുത്തി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ വെക്കരുത്, എങ്കിൽ അള്ളാഹു നിനക്ക് എണ്ണിത്തിട്ടപ്പെടുത്തിയിട്ട് വിട്ടുതരാതെ ആ രൂപത്തിലായിരിക്കും നിനക്കും സമ്പത്ത് നൽകുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, സമാനമായ മറ്റ് പല ഹദീസുകളും നമുക്ക് കാണാൻ കഴിയും. അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു തആല അൻഹയോട് തന്നെ ലാ തൂഇ ഫയൂഇ അല്ലാഹു അലൈക്കി ഇർലഖി മസ്തതഅതി. ഇല്ലാത്തൊരു വാചകമാണ്. നീ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിനക്ക് സാധ്യമാകുന്നതത്ര നീ ധനം ചെലവഴിക്കുക എന്നുള്ള. ഇതൊക്കെ ഈ ഉപദേശങ്ങളൊക്കെ അവർ നെഞ്ചോട് ചേർക്കാനും അത് പിന്നീട് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കാനും
അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അവർ വെമ്പൽ കൊണ്ടു. ആ വെമ്പൽ കൊള്ളാനുള്ള കാരണം എന്തായിരുന്നു? അവർ പ്രവാചകന്റെ വാമൊഴിയാൽ വഹീന്റെ അടിസ്ഥാനത്തിൽ ആ കേൾക്കുന്ന സ്വർഗത്തിൻ്റെയും നരകവും അവർക്ക് പ്രിയപ്പെട്ടവരെ ആ വാക്കാൽ തന്നെ അനുഭവിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞു എന്ന ഒരു സ്വർഗം കിനാവ് കണ്ടു. പ്രവാചകന്റെ ഓരോ വാചകങ്ങളും മൊഴിമുത്തുകളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ എനിക്ക് ലഭിക്കുന്നത് അള്ളാഹു ഒരുക്കി വെച്ച സ്വർഗാണല്ലോ. ആ സ്വർഗം കൊതിച്ചപ്പോൾ, ആ സ്വർഗം കിനാവ് കണ്ടപ്പോൾ ബാക്കിയുള്ളതെല്ലാം അവർ മറന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശഅബാൻ മാസത്തിലാണ്. റമളാനിലേക്കുള്ള ഒരു പരിശ്രമശാലയാണ് ശഅബാൻ എന്നുള്ളത്. ഇപ്പോഴേ നമ്മൾ നന്മകൾ ചെയ്തു തുടങ്ങണം, നന്മകൾ ചെയ്ത് അത് അധികരിപ്പിച്ച് തുടങ്ങണം. അല്ല റമളാനിൻ്റെ 1 മുതൽ ഞാനിതൊക്കെ ചെയ്യാമെന്ന് പറയുന്നതിൽ യാതൊരുവിധ അർത്ഥവും ഇല്ല. പ്രത്യേകിച്ച് പറയാൻ റമളാൻ എന്ന നമ്മൾ ഏറ്റവും കൂടുതൽ സ്വതക്ക കൊടുക്കേണ്ട ഒരു മാസം, നന്മകൾ ഏറ്റവും കൂടുതൽ വാരിപ്പുണരേണ്ട ഒരു മാസം, അതിലേക്കുള്ള ചവിട്ടുപടികൾ, അതിലേക്കുള്ള വാതിലുകൾ പ്രിയപ്പെട്ടവരെ, അതിലൂടെ യാത്ര ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കാൻ വേണം. അപ്പോൾ നമ്മുടെയൊക്കെ നാടുകളിലൊക്കെ റമളാൻ കിറ്റ് എന്ന പാവപ്പെട്ടവർക്ക്, അഗതികൾക്ക് അവരുടെ റമളാനിൻ്റെ ആ ദിവസങ്ങൾ അവർക്ക് ഭക്ഷിക്കുവാനും അവരുടെ ദൈനംദിന കാര്യങ്ങൾക്ക് ഒരു കോട്ടം വരാതെ മുന്നോട്ട് കൊണ്ടുപോകുവാനും കഴിയുന്ന ഒരു സഹായം നമ്മൾ എല്ലാ വർഷവും ചെയ്യലുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. ഈ വർഷവും നമുക്കുണ്ട്. 1200 രൂപ മാത്രമാണ് നമ്മുടെ പള്ളിയിലെ അതിനു വേണ്ടി നിശ്ചയിച്ചൊരു തുക. നമുക്കതൊരു വലിയൊരു തുകയല്ല എന്ന് നമുക്കൊക്കെ അറിയാം. അത് കൊടുക്കുന്നതിലൂടെ എത്ര വലിയ നന്മയാണ് നമുക്കൊക്കെ കിട്ടുന്നത്. നമ്മൾ വിചാരിച്ചാൽ നൽകാൻ സാധിക്കുന്നതേ ഉള്ളൂ. നമ്മളാണ് ഓരോരുത്തരും ചിന്തിക്കണം. സ്വർഗത്തിൻ്റെ വിഷയം 70,000 പേരെ ആ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകാനുള്ളൊരു അവസരം കിട്ടിയ സമയത്ത് സഹാബത്ത് ഓടി വരുന്നുണ്ട്. സഹാബത്ത് ഓടി വരിക. അപ്പോഴാണ് ഉഖാശ റളിയല്ലാഹു തആല അൻഹു വരുന്നത്. റസൂലുള്ളാഹിനോട് ചോദിച്ചു. ഉഖാശ റളിയല്ലാഹു തആല അൻഹു കൂടി പ്രവേശിച്ചതിന് ശേഷം അല്ലേ മറ്റൊരു സഹാബി കടന്നു വരിക. മറ്റൊരു സഹാബി കടന്നു വന്നപ്പോൾ ചോദിച്ചു, സബഖക ഉഖാശ, ഉഖാശ നിന്നെ മുൻകടന്നു എന്നാ. ഉഖാശ സെക്കൻഡുകൾ വ്യത്യാസമുള്ളൂ. ഉഖാശ നിന്നെ മുൻകടന്നു, അവിടെ നിനക്കിന്നത് ആ അവസരം ഇല്ല എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവർ, അവർ വിഷമിച്ച വിഷമം അപ്പം നമ്മൾ തീരുമാനിക്കണം. അവിടെ എല്ലാവരും കൊടുക്കണ്ടേ, ഇനിയിപ്പോൾ ഞാൻ കൊടുത്തിട്ടില്ലെങ്കിലും അതൊക്കെ നടക്കും. അല്ല, ഞാൻ കൊടുത്തിട്ടില്ലെങ്കിലും അതൊക്കെ നടക്കുന്നുള്ള ചിന്തയല്ല. എനിക്ക് കൊടുക്കണം. എന്തിനാ കൊടുക്കണേ? എൻ്റെ സ്വർഗം കിട്ടാൻ, എൻ്റെ ഖബർ വിശാലാവാൻ, എൻ്റെ ബർസഖിയായ ലോകം സുന്ദരമായ ലോകമായി തീരാൻ. അങ്ങനത്തെ ഒരു ചിന്തയോട് കൂടിയിട്ട് ഇതെല്ലാം നമ്മൾ നിർവഹിക്കാൻ കഴിയണം. മറ്റൊരു വിഷയം, നമ്മുടെ ജാമിയ അൽ ഹിന്ദ് ഒരു വാഴവട്ടക്കാലമായിട്ട് നമ്മളെ കേരളക്കരയിലെ പ്രബോധകരെ വാർത്തെടുക്കുന്ന ദീനി ദഅവ രംഗത്ത് അഗാധമായ ജ്ഞാനമുള്ള പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന നമ്മുടെ സ്ഥാപനമാണല്ലോ പ്രിയപ്പെട്ടവരെ ജാമിയ അൽ ഹിന്ദ്. അതിൻ്റെ കോൺവെക്കേഷൻ, സന്നദ്ധാന സമ്മേളനം, ഒരു കൂട്ടം പണ്ഡിതന്മാർ ഇൻഷാ അല്ലാഹ് ഈ കേരളത്തിൻ്റെ കൈരളിയിലേക്ക് ഇറങ്ങുകയാണ്. അതിൽ നമ്മുടെയൊക്കെ ആ ഒരു സാന്നിധ്യം ഉണ്ടാകണം. ആ ഒരു ഹൈറിയായിട്ടുള്ള ആ നന്മയിൽ നമ്മുടെയൊക്കെ സാക്ഷ്യമുണ്ടാകണമെന്ന് ആദ്യമേ പറയുകയാണ്. ഇത്തരം വലിയ പ്രോഗ്രാമുകളും മറ്റുമൊക്കെ നടക്കുമ്പോൾ വലിയൊരു സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണല്ലോ. അപ്പോൾ ആ ഒരു നന്മയുടെ ആ ഒരു ഇനത്തിലേക്ക് നമ്മുടെ ഒരു തുക ചെലവഴിച്ചാൽ അതിൻ്റെ ഒരു പ്രതിഫലം കിട്ടും. നമ്മുടെ പള്ളിയിലെ ആ ഒരു പിരിവ് പ്രിയപ്പെട്ടവരെ ഇന്ന് അതിലേക്കാണ്. ആ ഒരു നെയ്യത്തോട് കൂടിയിട്ട് കൊടുത്താൽ അവർ പ്രബോധനം ചെയ്യുന്നതിൻ്റെ, അവർ ദഅവത്ത് ചെയ്യുന്നതിൻ്റെ, അവർ നന്മകൾ ചെയ്യുന്നതിൻ്റെ ഒക്കെ ഒരു പ്രതിഫലം നമുക്ക് കിട്ടുമെന്നുള്ളൊരു സംശയം. അതൊക്കെ അള്ളാൻ്റെ ദീന് പഠിപ്പിച്ചെന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ വിഷയത്തിലൊക്കെ ഒരു ശ്രദ്ധയും ഒരു ഗൗരവവും നമ്മൾ കാണിക്കുക. റഹ്മാനായ റബ്ബ് നമുക്കൊക്കെ നന്മകൾ ചെയ്യാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിശാചിൻ്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ കർമ്മങ്ങളെ വാരിപ്പുണരാനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന കുറേ ആളുകൾ നാദനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ശിഫ പ്രദാനം ചെയ്യണേ അല്ലാ. സാമ്പത്തിക പ്രതിസന്ധികളാൽ വേദന അനുഭവിക്കുന്ന കുറേ ആളുകൾ, അല്ലാഹുവേ പരിഹാരമേകണേ അല്ലാ. അല്ലാഹുവേ, റമളാൻ എന്ന ആ സുന്ദരമായിട്ടുള്ള മാസം ഞങ്ങൾക്കെല്ലാവർക്കും പുലുകാനും ഏറ്റവും നല്ല രൂപത്തിൽ ആ റമളാനിനെ പൂർത്തീകരിക്കാനുമുള്ള തൗഫീക്ക് റബ്ബേ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം വിശാലമാക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും ഒക്കെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوة ويا قاضي الحاجات اللهم أعتقنا من النار اللهم أدخلنا الجنة يا رب العالمين ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين